8 കാരണങ്ങൾ. ഈ കാരണങ്ങളെല്ലാം ഏതൊരു മനുഷ്യനും ഒരു ഗുഹാമനുഷ്യന് പോലും എത്തിച്ചേരാവുന്ന കാരണങ്ങളാണ്. ഡീപ്പറായിട്ട് ചിന്തിച്ചാൽ മതി. വിത്തൗട്ട് സയൻസോ അല്ലെങ്കിൽ മാത്സോ ഫിലോസഫിയോ ഒന്നും അറിയാതെ തന്നെ നിങ്ങളെ ലോജിക്ക് ഉപയോഗിച്ച് എത്തിച്ചേരാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ കുറെ നിർദ്ധാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രാർത്ഥന നിർത്തി. പ്രാർത്ഥന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഒരു ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല, പിന്നെ തോർത്ത് വിരിച്ചിടലാണല്ലോ. അതെന്താണ് തോർത്ത് വിരിച്ചിടുന്ന? എന്തിനാ പിശക്കായിട്ടല്ലേ തോർത്ത് വിരിച്ചിടുന്നത്? അതാണോ പ്രാർത്ഥന? പിന്നല്ല, മനസ്സിന് റിലീഫ് കിട്ടാൻ വേണ്ടിയല്ലേ പ്രാർത്ഥന? അതായത് നമുക്ക്, ഞാൻ വിശ്വസിക്കുന്നത്, നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായാലും മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്കതിന് റിലീഫ് കിട്ടും അല്ലേ? അതിൻ്റെ സയൻസ് ആണ് അതല്ലേ? ഏത് വ്യക്തിക്കും ഒറ്റയ്ക്കിരുന്നാൽ ഡിപ്രഷൻ മൂത്ത് ഒരുപാട് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണിത്. അതൊക്കെ ഇതിൻ്റെ ഡിപ്രഷനാണ് അതിൻ്റെയൊക്കെ മൂല കാരണം എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. അപ്പം ഒരു വ്യക്തിയോട്, അതായത് നമുക്ക് സംസാരിക്കാൻ ഒരു വ്യക്തി ഉണ്ട് എന്നൊരു തോന്നൽ, അതിപ്പം ദൈവമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മനുഷ്യനായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഈ ദൈവത്തോട് നമ്മളങ്ങനെ ഒന്ന് കൈകൂപ്പി സംസാരിക്കുന്നതിൽ എന്താണ് സാറിന് അത്ര അത് ഒരു തെറ്റായിട്ട് തോന്നാനുള്ള കാരണം? എൻ്റെ ചേതോവികാരം എന്താണ്? എവിടെ നിന്നാണ് ഈ ഏത്തിസ്റ്റ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് സാറ് എത്തപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഏത് പ്രായത്തിലാണ് കൃത്യമായിട്ട് ഞാൻ ഇനി ദൈവമേ എന്നൊരു വിളിക്കില്ല, അല്ലെങ്കിൽ ദൈവത്തോട് എനിക്ക് യാതൊരു ഭക്തിയും ഇനി ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുന്ന ആ സമയം അതാണ്? ഷൈൻ, ഇത് ആക്ച്വലി ചോദ്യങ്ങളൊക്കെ ലോഡഡ് ആണ്. അതായത് ദൈവത്തോട് ഇനി ഒരു ബന്ധവും ഉണ്ടല്ലോ, അപ്പൊ ദൈവത്തോടൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഷഹീനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ഷഹീൻ ആദ്യം ഉണ്ടാവേണ്ടത്. ഷെബിൻ ആദ്യം ഉണ്ടാവാറുണ്ട്. ഷെബിൻ ഉണ്ട്, ഷെബിനുമായിട്ട് എനിക്ക് ബന്ധം ഞാൻ വിച്ഛേദിച്ചു എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ആദ്യം ഈ പറഞ്ഞ സാധനം ഉണ്ടാവണം. അല്ല, ചെറുപ്പകാലത്തിൽ സന്ധ്യനാമൊക്കെ ചൊല്ലിയ ആളെന്നാണല്ലോ പറഞ്ഞത്. അതൊരു വിഭ്രാന്തിയാണ്, അതൊരു ഡെല്യൂഷനാണ്. നിങ്ങൾ കാണുകയാണ്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നല്ല, നമ്മളങ്ങനെ കാണുകയാണ്. നിങ്ങൾ ഇവ പറഞ്ഞൊരു ചോദ്യം, ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരുപാട് തവണ ഉത്തരം പറഞ്ഞ കാര്യമാണ്. ഈ ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നു, അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഒരു പണക്കാരനെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിനെ സമീപിക്കുന്നു. നിയമ പ്രശ്നമാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുന്നു. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നു. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ സമീപിക്കുന്നു. ഓരോ രംഗത്തും നിങ്ങൾക്ക് ആശ്വാസവും സഹായവും പകർന്നു നൽകാൻ ശേഷിയുള്ള ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരെയൊക്കെ നിങ്ങൾ സമീപിക്കുകയും കാര്യങ്ങൾ പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് കോൾഡ് ആശ്വാസം കിട്ടും. അത് റിയൽ ആശ്വാസമാണ്, ഉള്ളതാണ്, അത് സാധുവാണ്, വാലിഡ് ആണ്. നിങ്ങൾ ഈ പറയുന്ന സാധനം ഫുൾ ഉടായ്പാണ്. നിങ്ങൾ വെറുതെ ഈ സാധനം സമർപ്പിക്കുന്നുണ്ടാകാം. ഞാൻ പറഞ്ഞത് ഒരു ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം 3 B ആണ്: ബെഗ്, ബ്രാഗ് ആൻഡ് ബ്രാഗ്. ജീവിത കാലം മുഴുവൻ നിരത്തി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന ഒരു തോർത്താണ് യഥാർത്ഥത്തിൽ ഈ ഭക്തി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ മനസമാധാനം വേണമെന്നൊക്കെ പറയാം. അപ്പം പല പല കാര്യങ്ങൾ പറയും, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കും, നിങ്ങൾ കേൾക്കും, കുറെയൊക്കെ നിങ്ങൾ തന്നെ നടപ്പിലാക്കും. ഇപ്പൊ MBBS ജയിക്കണം, എനിക്ക് MBBS തരണമേ ഇന്നാര് എന്ന് പറയും. പണ്ട് ഗാലിലിയോ ചെയ്ത ഒരു പരീക്ഷണമുണ്ട്. അതായത് ഒരു ഭാരമുള്ള ഒരു വസ്തുവും ഭാരമില്ലാത്തൊരു വസ്തു ഒരുമിച്ച് തറയിലിട്ട് കഴിഞ്ഞാൽ ഏതാണ് ആദ്യം വരിക എന്നുള്ളതിന് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഉത്തരം ഭാരമുള്ള വസ്തു എന്നായിരുന്നു. അത് തിരുത്തതാണ് ഗാലിലിയോ ചെയ്തത്. അതിനായിട്ട് പിസാ ഗോപുരത്തിന് മേളിൽ നിന്ന് 2 ഈയഗോളങ്ങൾ ഒരേ സമയം അദ്ദേഹം താഴെ ഇട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരീക്ഷ നടന്നതിന് തെളിവൊന്നുമില്ല, പക്ഷെ ആക്ച്വലി പുള്ളി വേറെ രീതിയിൽ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ഇത് താഴെ ഇടുക, ഒരു സമയത്ത് തിരിച്ച് താഴെ വീഴുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് താഴെ ഇടുക. അപ്പോഴും ഒരേ സമയത്ത് വീഴുകയാണെങ്കിൽ എന്താ എൻ്റെ അർത്ഥം? ഇത് രണ്ടും 2 സമയത്ത് വീഴുകയാണെങ്കിൽ ഈ ചെറിയ വസ്തു വലിയ വസ്തുവിന്റെ വേഗത കുറയ്ക്കണം. അങ്ങനെയല്ല, ഇത് രണ്ടും ഒരേപോലെയാണ് വീഴുന്നതെങ്കിൽ അത് രണ്ടും സെയിം ഇതെന്നുള്ള ഇതിലേക്ക് വരുമല്ലോ. അതെ. അപ്പൊ ഈ ഈയഗോളത്തിന് പകരം ഒരു പഞ്ഞിക്കെട്ട്, ഈയഗോളം ഒരുമിച്ച് താഴെ ഒരേപോലെ വീഴില്ല, പഞ്ഞിക്കെട്ട് കുറച്ച് കഴിഞ്ഞ് വീഴുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി വീണ് കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള വേഗത കുറയും. കറക്റ്റ് അല്ലേ? പക്ഷെ ഈയഗോളം വലുതോ ചെറുതോ ഭാരവ്യത്യാസം ഇല്ല, ഒരേ സ്വഭാവവും സാന്ദ്രതയുള്ള വസ്തുക്കളായതുകൊണ്ട് ഒരേപോലെ താഴെ. ഇത് പ്യൂർ ലോജിക്കാണ്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത്? താങ്കൾ പറഞ്ഞ ചോദ്യം, ഒരു പ്രാർത്ഥനയായാലും എന്തെങ്കിലും ഒരു ആക്ഷൻ ആയാലും, നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന നടക്കുന്നത് നിങ്ങൾ അത് നടത്തുന്നത് കൊണ്ടാണ്. നിങ്ങളത് നടത്തുന്നില്ലെങ്കിൽ അത് സംഭവിക്കില്ല.